ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ മഹായോഗത്തിൻ്റെ 2-ാം ദിവസത്തെ സന്ധ്യാസമയത്തെ കൂടിവരവിൽ നാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുകയാണല്ലോ. ഈ സന്ധ്യാവേളയിൽ നമ്മുടെ പ്രിയ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. തുടർന്നുള്ള ആത്മീക ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ്. ഇവിടെ വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അല്പസമയം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് അനുഗ്രഹീതമായ ശുശ്രൂഷകൾ തുറന്ന് നൽകുമാറാകണമേ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പരിവർത്തനം ഞങ്ങളുടെ മധ്യത്തിൽ കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ നടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നമ്മുടെ മധ്യത്തിൽ ചെയ്യുവാനായിട്ടിടയാകും. നാം പ്രാർത്ഥിച്ച് ഇന്നലെ സന്ധ്യാസമയത്ത് ഈ ശുശ്രൂഷകൾ ആരംഭിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇത്രത്തോളം കർത്താവിൻ്റെ പരിപാലനം നമുക്ക് ലഭിച്ചു. ഇന്ന് പകൽക്കാലവും എല്ലാ ശുശ്രൂഷകളിലും നമ്മെ കർത്താവ് കടാക്ഷിച്ചു. ഈ സന്ധ്യാവേളയിൽ കർത്താവിനെ ഒരുമിച്ച് ആരാധിപ്പാനും ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് ഇവിടെ ഒരുമിച്ചായിരിക്കാനും ഈ അവസരം കർത്താവ് നൽകിയിരിക്കുകയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരല്പസമയം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തോട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി നമ്മെ ഇത്രത്തോളം സഹായിച്ച കർത്താവിന് സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന്മാരിലൂടെ ദൈവവചനം നമുക്ക് നൽകുവാൻ, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകൾ ഇവിടെ നടക്കുവാൻ, ദൈവവചനം ഉയർത്തപ്പെടുന്നിടത്ത്, ദൈവവചനം ശുശ്രൂഷിക്കുന്നിടത്ത് ആത്മീയ സന്തോഷമുണ്ടാകും, മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകും, വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഉണ്ടാകും, രോഗശാന്തികളുടെ പ്രവർത്തനങ്ങൾ നടക്കും, ജീവിതങ്ങളിൽ ശുദ്ധീകരണമുണ്ടാകും, വലിയ ആത്മീക സന്തോഷമുണ്ടാകുവാനിടയാകും, ദൈവപ്രവർത്തനങ്ങൾ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ മധ്യത്തിൽ ആ നിലയിൽ വലിയ ശുശ്രൂഷകൾ നടക്കേണ്ടതിന് തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ മധ്യത്തിൽ എഴുന്നേറ്റ് ദൈവവചനം വിഭജിക്കുമ്പോൾ നമുക്കതൊരു വലിയ അനുഭവമായി മാറുവാൻ, കർത്താവിൻ്റെ നാമത്തിൽ ദൈവപ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത് കാണുവാൻ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും വീണ്ടും ഒരല്പസമയം കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങളോട് ഓരോരുത്തരോടുമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവദാസന്മാരായ പാസ്റ്റർ പി.വി. സജിയും ഒ.പി. ബാബുവും തുടർന്ന് പ്രാർത്ഥനയിൽ നമുക്ക് നേതൃത്വം നൽകും. പാസ്റ്റർ പി.വി. സജി ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു, പിന്നീട് ഒ.പി. ബാബു പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ സ്നേഹമുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ മഹായോഗത്തിൻ്റെ 2-ാമത്തെ രാത്രിയിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കഴിഞ്ഞ രാത്രി നിൻ്റെ വലിയ അനുഗ്രഹം ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ഈ രാത്രി നിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ പകരണമേ. കടന്നു വന്നിരിക്കുന്ന ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം ഇവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ കർത്താവ് നീ സൗഖ്യമാക്കണമേ. മനം തുറന്നവരുടെ മുറിവുകളെ കർത്താവ് കെട്ടുമാറാകണമേ. ഇന്ന് രാത്രി ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാനായിട്ട് കർത്താവ് ഇടയാക്കണമേ. ശക്തമായ നിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാനിടയാകണമേ. ദൈവജനത്തെ കർത്താവ് ശക്തീകരിക്കണമേ. കർത്താവേ, ഇന്ന് രാത്രി ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്റെ അഭിഷക്തന്മാരെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അധികാരത്തോടെ ബഹുനിശ്ചയത്തോടെ ദൈവജനം പങ്കുവയ്ക്കുവാൻ കർത്താവേ നീ അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ ജനവും അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവെ കടന്നു പോകാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നതിന് സാന്നിധ്യം കൊണ്ട് മറച്ചാട്ടെ. തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. അൻപുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് കർത്താവേ തീരുമാനിച്ച് മഹായോഗത്തിൻ്റെ 2-ാമത്തെ രാത്രിയിൽ ഇന്ന് ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവ് ഈ രാത്രിയും ഞങ്ങളെ അനുഗ്രഹിപ്പാൻ ഞങ്ങളുടെ നടുവിലാഗതനായിട്ടുള്ളതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു.
ക്രൂശിലൂടെ കർത്താവ് ഞങ്ങളോട് കാണിച്ച മഹാസ്നേഹത്തിനായി, ഞങ്ങളെ ദൈവത്തോട് നിരപ്പിച്ച അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി ഇന്ന് രാത്രി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ക്രൂശിന്റെ ശക്തി ഇന്ന് രാത്രി ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകുമ്പോൾ ആമേ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയായി വെളിപ്പെടുന്നു എന്നങ്ങളുടെ വചനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയും ആ ശക്തി കർത്താവേ ഞങ്ങളുടെ ഇടയിൽ വെളിപ്പെടുവാനായിട്ട് കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ജീവിതങ്ങളെ കർത്താവേ ആ ശക്തിയാൽ സ്പർശിക്കണമേ. ചില ജീവിതങ്ങൾ നിത്യതയ്ക്ക് അവകാശികളാക്കി കർത്താവെ അങ്ങ് തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ വചനം ഐശ്വര്യമായി ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ഭൃത്യന്മാരെ കർത്താവ് അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ മധ്യ അയച്ചിട്ടുള്ളതോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഏതൊരാത്മാവിനാൽ എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ ശുശ്രൂഷിപ്പാൻ, അതേ ആത്മാവിന്റെ ശക്തിയോട് ആ വചന ജനഹൃദയങ്ങളിൽ കർത്താവെ പരിവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ ശക്തി ഒന്ന് അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട ഭൃത്യന്മാർക്കായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിപ്പാൻ പോകുന്നതിനാൽ നമ്മുടെ കരം ഉയർത്തി സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ മഹായോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രി യോഗത്തിലേക്ക് സന്തോഷപൂർവ്വം കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൽ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. ദൈവദാസന്മാർ, സഭാബന്ധത്തിൽ കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ടവർ, ദൈവവചനം കേൾക്കുവാൻ താല്പര്യത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ടവർ, നമുക്ക് നേതൃത്വം നൽകുന്ന ദൈവഭൃത്യന്മാർ, എല്ലാവരെയും ഓർത്ത ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം ദൈവം നൽകിയിരിക്കുന്നു. നാം പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ നമുക്ക് ദൈവാത്മാവിൻ്റെ ഒരു ഒഴുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നു. ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വിലയേറിയ വചനത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരായ 2 പേര്, പാസ്റ്റർ റോയ് ചെറിയാൻ, പാസ്റ്റർ സന്തോഷ് തര്യൻ, ഈ ദൈവഭൃത്യന്മാരാണ് കർത്താവിൻ്റെ വചനം നമ്മോട് അറിയിക്കുന്നത്. ഈ വർഷം നമ്മുടെ കൺവെൻഷൻ ഒരു തീം നാം തിരഞ്ഞെടുത്തിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സന്ദേശവും സാധ്യതകളും എന്നതാണ് നമ്മുടെ വിഷയം. ആ വിഷയത്തിൻ്റെ ബേസിസിലാണ് വചന ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സന്ദേശവും യേശു ക്രൂശിൻ്റെ സാധ്യതകളും അതിൻ്റെ വിഭക്തികളിൽ ദൈവവചനം ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മീറ്റിങ്ങിൽ പൊതുയോഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ നിരപ്പ് വന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവദാസൻ പാസ്റ്റർ കോശിയുമ്മൻ വചന ശുശ്രൂഷ നിർവഹിക്കുകയുണ്ടായി. ഇന്നും കർത്താവിൻ്റെ ദാസന്മാർക്ക് ശുശ്രൂഷിക്കേണ്ട ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അവർ ആ നിലയിൽ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും. നാം പ്രാർത്ഥിച്ചു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസന്മാർക്ക് വചനം വിഭജിക്കുവാനുള്ള കൃപ നൽകും. നമുക്ക് സന്തോഷത്തോടെ ദൈവവചനം സ്വീകരിപ്പാനുള്ള ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലിരിക്കാം. ദൈവവചനത്തിൻ്റെ പ്രക്രിയകൾ വളരെ അത്ഭുതകരമായ നിലയിലാണ്. നമ്മുടെയൊക്കെ ജീവിതത്തോട് കർത്താവ് സംസാരിക്കും. നമുക്ക് പ്രകാശം ലഭിക്കത്തക്ക നിലയിൽ, നമുക്ക് സന്ദേശം ലഭിക്കത്തക്ക നിലയിൽ, നമ്മുടെ ജീവിതത്തോട് ഇടപെടുന്ന നിലയിൽ കർത്താവിൻ്റെ വചനം ഈ രാത്രി ശക്തമായി നമ്മുടെ മധ്യത്തിൽ ഇടപെടും. നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം. പാസ്റ്റർ റോയ് ചെറിയാൻ നമ്മുടെ തൃശ്ശൂർ ചർച്ചിൻ്റെ പാസ്റ്ററാണ്.
അദ്ദേഹം പെരുമ്പാവൂർ സെൻറ്ററിൻ്റെ ശുശ്രൂഷയും നിർവഹിക്കുന്നു. പാസ്റ്റർ റോയ് ചെറിയാൻ ദൈവവചന ശുശ്രൂഷയ്ക്കായി മുൻപോട്ട് വരും. അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു.